കാസർഗോഡ് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ അതിനാടകീയമായ സംഭവങ്ങളാണ്. UDF മെമ്പർമാർ വോട്ടെടുപ്പിന് എത്തിയിട്ടില്ല. പഞ്ചായത്തിലെത്തിയത് UDFിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉഷ N. നായർ മാത്രമാണ്. സാരംഗസ് തയ്യാറാണ് വിവരങ്ങളുമായി. സാരംഗി, എന്തുകൊണ്ടാണ് ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥി മാത്രമായി പോയത്? പഞ്ചായത്തിലേക്ക് അവർ മാത്രമായി എത്തിയത്, മറ്റുള്ളവർ വിട്ടുനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രസിഡന്റിനെ നിശ്ചയിച്ചതിലെ അതൃപ്തിയാണോ? രതീഷ്, കല്യോട്ട് ഇരട്ടക്കൊല നടന്നതിന് ശേഷം തന്നെ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായ പേരാണ് പുല്ലൂർ പെരിയ എന്നത്. പുല്ലൂർ പെരിയ പഞ്ചായത്തിനകത്ത് ഇത്തവണത്തെ സീറ്റ് നില എന്ന് പറയുന്നത് UDFിന് 9 സീറ്റ്, LDFിന് 9 സീറ്റ്, അതോടൊപ്പം NDAക്ക് 1 സീറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. വോട്ടെടുപ്പ് ദിവസം നിർണായകമായതിനിടയിലാണ് ഇന്നലെ വൈകിട്ടോടു കൂടി UDF നേതാക്കൾ ഇത്തരത്തിൽ ഇവിടെ നിന്ന് ജയിച്ച വാർഡംഗങ്ങളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ഭിന്നാഭിപ്രായങ്ങൾ രൂപപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി UDF നേതൃത്വം ഉയർത്തി കാണിച്ചത് തൊട്ടു മുന്നത്തെ ഭരണസമിതിയിലുള്ള വൈസ് പ്രസിഡന്റായിരുന്ന കാർത്യായനി എന്ന് പറയുന്ന ആളെയായിരുന്നു. എന്നാൽ അവരുടെ പേര് പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ഒരാളെ ഉഷ N. നായർ എന്ന് പറയുന്ന പൊതുവെ നവാഗതയായിട്ടുള്ള പുതുമുഖമായിട്ടുള്ള ഒരു നേതാവിനെ പിന്നീട് ഉയർത്തി കാണിക്കുന്നു. അതിനിടയിൽ തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ, ഒരു വിഭാഗം വാർഡംഗങ്ങൾ ഇത്തരത്തിൽ അവരെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്ന് അതിരൂക്ഷമായി തന്നെ അവരുടെ അഭിപ്രായം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. പിന്നീട് വിപ്പ് പോലും വാങ്ങാൻ കൂട്ടാക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അടക്കം കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്താൻ ശ്രമിച്ചെങ്കിലും അതൊന്നും തന്നെ ഫലപ്രാപ്തിയിലെത്താനാവാത്ത കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം പിന്നീട് ഇവിടെ ഇന്ന് വോട്ടെടുപ്പിന് എത്താത്ത രീതിയിലേക്ക് ആ കാര്യങ്ങൾ മാറുന്നു. പൂർണ്ണമായി UDF അംഗങ്ങൾ പൂർണ്ണമായി മാറുന്നു. പിന്നീട് 9 അംഗങ്ങളാണ് ഇവിടെ LDFിനുള്ളത്. അതോടൊപ്പം തന്നെ BJPയുടെ ഒരു അംഗം കൂടി ചേർന്നാൽ മാത്രമേ വോട്ടെടുപ്പിനുള്ള കോറം തികയുകയുള്ളൂ. എന്നാൽ BJP കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. CPMനെ സംബന്ധിച്ചും ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയ മേഖല എന്ന നിലയിൽ അവിടുത്തെ ഭരണം കിട്ടുക വളരെ പ്രധാനമാണ്. പക്ഷേ ഇരു പ്രധാന മുന്നണികൾക്കും ഒരേ സീറ്റാണ്. BJPക്ക് ഒരംഗം. അതിനിടയിലാണ് കോൺഗ്രസിലെ നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒരു പ്രതികരണം കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ജനാധിപത്യ ധ്വംസനമാണ് നടന്നിട്ടുള്ളത്. ഇന്ന് നടക്കേണ്ട പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് UDFിലെ അധികാര തർക്കത്തിൻ്റെ ഭാഗമായി അതിന് സഹായകരമായിട്ടുള്ള നിലപാടാണ് ഈ പഞ്ചായത്തിൽ നിന്ന് 11ാം വാർഡിൽ നിന്ന് ജയിച്ചിട്ടുള്ള BJPയുടെ അംഗവും സ്വീകരിച്ചിട്ടുള്ളത്. ഈ ജനാധിപത്യ ധ്വംസനത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ഒരു പ്രതിഷേധ പ്രകടനം, അത് LDFിന്റെ പ്രതിഷേധ പ്രകടനമാണ്. ഒരു പ്രതികരണവും നമ്മൾ കണ്ടതാണ്. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ സംഭവിക്കുന്നത് നാടകീയതയാണ്. UDF മെമ്പർമാർ വോട്ടെടുപ്പിന് എത്തിയിട്ടില്ല. പഞ്ചായത്തിലെത്തിയത് UDFിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉഷ N. നായർ മാത്രമാണ്. സാരംഗ് സുരേഷ് തുടരുന്നുണ്ട്. സാരംഗ്, ഈ പ്രതിഷേധം അത് ഏത് സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് LDFിന്റെ ഈ പ്രതിഷേധം? ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, LDFിനും UDFിനും ഒരേ അംഗബലമാണ്. LDFിന് ഭരണം ലഭിക്കുന്ന സ്ഥിതി എവിടെ ഇല്ലേ? BJPക്ക് ഒരംഗം മാത്രമല്ലേ? LDF പ്രവർത്തകരുടെ പ്രതികരണങ്ങളിൽ, നേതാക്കളുടെ പ്രതികരണങ്ങളിൽ എന്താണ്? നേരത്തെ ഒരു പ്രതികരണം ഉൾപ്പെടെ വന്നിരുന്നല്ലോ. രതീഷ്, LDF ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണം എന്നത് പുല്ലൂർ പെരിയ പഞ്ചായത്തിനകത്ത് കോലി മുന്നണി പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ്. കാരണം UDF അംഗങ്ങൾ പൂർണ്ണമായി ഇത്തരത്തിൽ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നു. പിന്നീട് വിപ്പടക്കം ലഭിച്ചിട്ടും മറ്റ് നടപടികളിലൊക്കെ തന്നെ പങ്കെടുക്കണമെന്നുള്ള അറിയിപ്പ് പോലും ലഭിച്ചിട്ട് പോലും BJP അംഗം പഞ്ചായത്തിൽ എത്തിയതിനു ശേഷം പൊടുന്നനെ അപ്രത്യക്ഷനാവുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത പ്രവൃത്തി ദിനത്തിലേക്ക്, അതായത് അടുത്ത തിങ്കളാഴ്ചയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. നേരത്തെ ഇപ്പോൾ LDFിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ഡോക്ടർ സബിതി അടക്കം ഇവിടെ എത്തിയിരുന്നു. എല്ലാവരും ഇപ്പോൾ ഇവിടെ നിന്ന് പ്രതിഷേധ പ്രകടനമായി മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് അല്പസമയം മുൻപേ നമ്മളിവിടെ നിന്ന് കണ്ടത്. ഇനിയിപ്പോൾ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ പോകുന്നത്. ഇനി അവിടെയും ഇത്തരത്തിലുള്ള നാടകീയ സംഭവങ്ങൾ ആവർത്തിക്കുമോ എന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാവരും മുന്നോട്ടേക്ക് പോകുന്നത്. രതീഷ്, ശരി, കോറം തികഞ്ഞില്ല. അതിന്റെ ഭാഗമായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നില്ല എന്നതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്.